ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വീഡിയോയിലെന്നല്ലേ, ഇന്ന് ഞങ്ങളുടെ അമ്മുക്കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടി വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു 5-6 ചെറിയ കമ്മലുകളൊക്കെ ഉണ്ടാക്കി വെച്ചു. അവൾക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ, സാധാരണ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ രീതിയിൽ, അതായത് കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പാകത്തിനുള്ള കുറച്ച് കമ്മലുകൾ, അതായത് സ്റ്റഡും ഉണ്ട്, അല്ലാതെ തൂക്കിയിടുന്ന മോഡലുള്ളതും ഉണ്ട്, എല്ലാം കൂടെ ചെയ്ത് അവൾക്ക് ഇട്ട് കൊടുത്ത് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും വീഡിയോ കണ്ടിട്ട് ഈ കമ്മലുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. ഈ കമ്മലുകളെല്ലാം ചെയ്തത് തന്നെ ബീഡ്സ് വെച്ചാണ്, പലതരത്തിലുള്ള ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കമ്മലുകൾ ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാണ്. കുറച്ച് ബീഡ്സ് ഇതുപോലെയൊക്കെ നമ്മൾ മേടിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് കമ്മലുകൾ ഉണ്ടാക്കി, കമ്മൽ, മാല, വള ഇതൊക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വൈറ്റ് കളറിലുള്ള ബീഡ്സാണ് എടുത്തേക്കുന്നത്. ഇത് പ്ലെയിൻ ബീഡ്സ് അല്ല കേട്ടോ, ബീഡ്സിൻ്റെ മുകളിൽ തന്നെ ചെറിയ ബീഡ്സ് ഇരിക്കുന്നത് പോലത്തെ ഒരു പരിപരിപ്പ് പോലത്തെ ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ ഒരെണ്ണം മതി നമുക്ക് നന്നായിട്ടൊരു കമ്മലുണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെ കമ്മലുകൾ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കിയാലോ. ഇതിൽ ഞാൻ 4-5 രീതിയിലുള്ള മോഡൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് കമ്മലുണ്ടാക്കാനുള്ള അക്സസറീസാണ്, അതിൻ്റെ അകത്ത് വെക്കുന്ന കമ്പിയും സ്റ്റഡും അതൊക്കെ. ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെയാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്ത് ഞാൻ കമ്മലുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് 2 കമ്പി മതിയാവും നമുക്ക് ഒരു കമ്മലുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കമ്മലുണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ 2 കമ്പി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മൊട്ടുസൂചി പോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ ഒരു സൈഡ് നീഡിൽ പോർഷൻ ഇല്ല, ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ്. ഓവൽ ഷേപ്പുള്ള ഒരു വൈറ്റ് ബീഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കമ്പിയിലൊന്ന് കോർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു പൂവിൻ്റെ മോഡലിലുള്ള ഒരു ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ കമ്പിയിൽ ഒന്ന് കോർത്തെടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു 3mm ചെറിയ ഒരു ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഇത്രയും മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലുണ്ടാക്കിയാലോ. ഈ കമ്പിയുടെ ബാലൻസ് നിൽക്കുന്ന പോർഷൻ നമുക്കിതുപോലെ ഒന്ന് വളച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു ഹൂക്കും കൂടെ പിടിപ്പിച്ചു കൊടുത്താൽ മതിയേ. ഹൂക്കൊന്ന് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വളച്ച കമ്പിയെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം, എന്നാൽ മാത്രമേ ഇത് ഫിക്സാക്കി ഇരിക്കത്തുള്ളേ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ കമ്മൽ ഇവിടെ ഈസി ആയിട്ട് ഒരു മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി, നമുക്കൊരു കമ്മലുണ്ടാക്കാം. ഒരു ജോഡി കമ്മലുണ്ടാക്കാൻ 2 മിനിറ്റ് ഉണ്ടെങ്കിൽ മതി. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു ജോഡി കമ്മൽ ഇവിടെ ഈസി ആയിട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ മോഡൽ കമ്മലൊന്നുണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കമ്പി അതുപോലെ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ ബീഡ്സാണ്, ഇത് വലിയ ബീഡ്സ്. നമുക്ക് ഇത്രയും ബീഡ്സ് വെച്ചിട്ട് വേറൊരു വെറൈറ്റി കമ്മലൂടെ ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഈ കമ്പിയിൽ ഒരു ചെറിയ ബീഡ് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നു, പിന്നെ ഒരു വലിയ ബീഡ്. ഇതുപോലെ തന്നെ മറ്റൊരു കമ്പിയിൽ നമുക്ക് കോർത്തെടുക്കാം, ചെറിയ ബീഡും വലിയ ബീഡും. ഞാനിവിടെ ആദ്യത്തെ കമ്മലിന് കോർത്ത് കൊടുത്ത അതേ ഒരു ഫ്ലവർ ബീഡ് ഇതിലും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓരോ കമ്മലിലും ഒന്ന് കോർത്തെടുക്കാവേ. ഈ കമ്പിയിൽ ഇനി അധികം സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ ചെറിയ ബീഡ് ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിനെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹൂക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ കമ്പി ടൈറ്റാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മോഡൽ കമ്മൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1-2 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോഡി കമ്മൽ ഈസി ആയിട്ട് ചെയ്യാം. ഇത് പല കളേഴ്സ്, എൻ്റെ കയ്യിൽ വേറെ അധികം കളേഴ്സ് ബീഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വൈറ്റ് ബീഡ്സിൽ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് കടയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മേടിക്കാം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 10 രൂപ പോലും ചിലവുണ്ടാകത്തില്ല നമ്മൾ ഇതുപോലെയൊക്കെ കമ്മലുണ്ടാക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര രൂപ കൊടുത്താലാണ് നമുക്കൊരു കമ്മൽ കിട്ടുക എന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ 2 കമ്മലുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്, 2 വെറൈറ്റി ആയിട്ടുള്ള കമ്മലുണ്ടാക്കി. ഇനി നമുക്ക് അടുത്ത കമ്മലിലോട്ട് പോയാലോ. അടുത്ത കമ്മൽ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കാമെന്ന് ഓർത്തു. അത് കാരണം ഞാനിവിടെ വേറെ ഒരു വെറൈറ്റി ബീഡ്സ് എടുത്തിട്ടുണ്ട്. പച്ച കളറും റെഡ് കളറുമാണ് എടുത്തേക്കുന്നത്. അതൊരു സ്റ്റാർ പോലത്തെ ഒരു ബീഡാണ്. പിന്നെ നമ്മുടെ പഴയ വൈറ്റ് ബീഡ് തന്നെ, അതിനും ഞാനിവിടെ 2 കമ്പിയാണ് എടുത്തേക്കുന്നത്.
ഈ കമ്പിയിലോട്ട് ഞാൻ ആദ്യം ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു റെഡ് ബീഡ്, അതായത് ആ സ്റ്റാറിൻ്റെ മോഡലുള്ള ആ ഒരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ബീഡും കൂടെ ഇതിലോട്ടൊന്ന് കോർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എൻഡ് നമുക്ക് പഴയതുപോലെ തന്നെ ഒന്ന് വളച്ചെടുക്കണം. ഇതിലോട്ട് നമുക്കൊരു ഹുക്ക് കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാവേ. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി കമ്മൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു കമ്മലിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ കമ്പിയും ബീഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നേരം ചെയ്ത കമ്മലെല്ലാം ഇങ്ങനെ ഹാങ്ങിങ് മോഡലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഒരു സ്റ്റഡ് മോഡൽ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ കമ്മലുണ്ടാക്കുമ്പോൾ, അതായത് സ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിന് അത് യൂസ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം കമ്പി വെച്ചാണ് ഇപ്പോൾ സ്റ്റഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഒരു ചെറിയ ബീഡ് ഇതിൻ്റെ എൻഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ സ്റ്റഡ് ആകുമ്പോൾ അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കണമല്ലോ, അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലൂ ചെയ്യുന്നുണ്ട്. B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഗ്ലൂ ഗണ്ണിനെക്കാട്ടിലുമൊക്കെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബീഡ്സൊക്കെ ഒട്ടിക്കാനായിട്ട്. അപ്പം അവിടോട്ട് ഞാൻ വേറൊരു നമ്മുടെ ഫ്ലവർ ബീഡും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റഡ് ഇവിടെ ഒട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റഡിൻ്റെ കമ്പിക്കുണ്ടല്ലോ കുറച്ച് നീളം കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ആവശ്യത്തിന് അധികമാണെന്ന് തോന്നുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റഡിൻ്റെ അളവ് വെച്ച് നോക്കിയാലും മതിയാവും. ഇതുപോലെ തന്നെ 2 സ്റ്റഡിൻ്റെയും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കമ്മൽ? ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വെറൈറ്റി കമ്മൽ കണ്ടാലോ? ഇത്രയും നേരം നമ്മൾ സിൽവർ കളറിലുള്ള കമ്പിയും ഹുക്കും ഒക്കെ ഉപയോഗിച്ചാണ് കമ്മലുണ്ടാക്കിയത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ കമ്പിയും അതിൻ്റെ ഹുക്കുമാണ്. ഇതും അതിനോടൊപ്പം കുറച്ച് ബീഡ്സും ഒക്കെ കൂടെ ചേർത്ത് ഒരു വെറൈറ്റി കമ്മലുണ്ടാക്കാം. ഞാനിവിടെ വേറൊരു ഫ്ലവർ ഡിസൈനാണ് എടുത്തേക്കുന്നത്. റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. നമുക്കിത് 2 വെറൈറ്റി ബീഡ്സ് വെച്ച് പുതിയൊരു തരത്തിലുള്ള കമ്മലുണ്ടാക്കി നോക്കാം. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡിലുള്ള കമ്മലുകളാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ബീഡ്സൊക്കെ ഈ കമ്പിയിലോട്ടൊന്ന് കോർത്ത് കൊടുത്തിട്ട് ആ കമ്പി ഒന്ന് വളച്ച് ഹുക്കിടുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ കിട്ടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ബീഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈനിലുള്ള ഒരു ബീഡും കൊടുത്തിട്ട് കമ്പി വളച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ആ ഹുക്കൊന്നിട്ട് ആ കമ്പി ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാത്തിനും ചെയ്തതുപോലെ തന്നെ. നമുക്ക് 1 മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ ഇതിന് ആവശ്യം വരുന്നില്ല ഒരു കമ്മൽ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡിലുള്ള കമ്മലുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഫ്രീ ടൈമിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ, നമ്മൾ കുറച്ച് ബീഡ്സും വാങ്ങിച്ച് നമ്മുടെ ഫ്രീ ടൈമിൽ ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ, അതുപോലെ അവരുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെയൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നതിൽ നല്ലത് നമ്മൾ തന്നെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാനിന്നിവിടെ ബീഡ്സ് മാത്രം വെച്ചുകൊണ്ട് ഒരു 5 വെറൈറ്റി കമ്മലുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏതാ ഇഷ്ടപ്പെടാത്തത് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.